കോൺഗ്രസിൽ നിന്ന് 7 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. കെ മുരളീധരനും സണ്ണി ജോസഫിനും AP അനിൽകുമാറിനും പ്രധാന വകുപ്പുകൾ കിട്ടും. യുവതരയിൽ നിന്ന് PC വിശ്വനാഥും M ലിജുവും ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലെത്തുമെന്ന് ഉറപ്പായി. വനിതകളിൽ നിന്ന് ബിന്ദു കൃഷ്ണ മന്ത്രിയാകും. വിവരങ്ങളുമായി TV പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, 7 പേരുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. യുവമുഖങ്ങളും പുതുമുഖങ്ങളും ഒക്കെയാണ് അധികവും. സുപ്രധാന വകുപ്പുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഘടകകക്ഷികൾക്കുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലും ഒക്കെയാണ് പരിചയസമ്പന്നരുള്ളത്. ഇതുവരെ ഉറപ്പായ പേരുകൾ മാധു, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. രാവിലെ കണ്ടോൺമെന്റ് ഹൗസിലായിരുന്നു ആദ്യം UDF നേതാക്കൾ എത്തിയത്. UDF നേതാക്കളുടെ ചർച്ച തുടങ്ങിയ ഉടനെ തന്നെ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ നേതാക്കളെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. രമേശ് ചെന്നിത്തല അടുത്തേക്ക്, അതിനു മുമ്പ് തങ്ങളെ കാണാൻ, കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ലീഗിന്റെ ഓഫീസിലേക്ക്. അതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ 2 കൂടിക്കാഴ്ചകൾ. VD സതീശൻ നേരെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഇന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം, മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കാണുന്നു. ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉച്ചയ്ക്ക് ആ മുഴുവൻ ചർച്ചയും കന്റോൺമെന്റ് ഹൗസിൽ നിശ്ചയിച്ചിരുന്ന ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും നേരെ ഇന്ദിരാഭവനിലേക്ക് മാറ്റി. അവിടെ ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് അവിടേക്ക് ഘടകകക്ഷികൾ ഓരോരുത്തരെയായി എത്തി. അതുപോലെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ പട്ടിക അന്തിമമായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഏതാണ്ട് ഒരു ചിത്രം തെളിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ വൈകുന്നേരത്തിന് മുമ്പ് പട്ടിക ഗവർണർക്ക് കൊടുക്കണം. ഇതിനകം തന്നെ ഉറപ്പിച്ച കുറച്ച് പേരുകൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കെ മുരളീധരൻ ഒന്ന് ഉറപ്പാണ്. കെ മുരളീധരൻ സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ VD സതീശനൊപ്പം നിൽക്കുന്ന ആളാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ പട്ടികയിൽ ഉറപ്പിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് 2 പേരാണ്, PC വിശ്വനാഥും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും ഏതാണ്ട് ഉറക്കുകയാണ് 2 പേരുടെയും പേരുകൾ. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തല ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വരും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും ഒപ്പം വിജിലൻസും കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള കായംകുളത്ത് നിന്ന് ജയിച്ച M ലിജുവും ഉറപ്പായും മന്ത്രിയാകും എന്നുള്ളതാണ് പറയുന്നത്. തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ട പേരുകൾ അത് കൃത്യമായില്ല, ചർച്ച നടക്കുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ ഇക്കാര്യത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും T സിദ്ദിഖിൻ്റെ കാര്യവും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് തന്നെ ജയിച്ച് കയറിയ ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. രമേശ് ചെന്നിത്തല വാശി പിടിക്കുന്ന 2 പേരുകളുണ്ട്. അൻവർ സാദത്തും IC ബാലകൃഷ്ണനും അവരും അവരുടെ പേര് ഉറപ്പിക്കുകയാണ് എന്ന വിവരം വരുമ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ചില പേരുകളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിലും AP അനിൽകുമാറിനെ പോലെയുള്ളവർ നേരത്തെ തന്നെ മന്ത്രി പദവി ഉറപ്പിച്ചതാണ്. അങ്ങനെ കുറച്ച് പേരുകളിൽ ഏതാണ്ട് ഉറപ്പ് വരുന്നു. ഇന്ന് രാത്രിയോടുകൂടി ഏതാണ്ട് അന്തിമമായ ഒരു പട്ടിക ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ഘടകകക്ഷികളെ സംബന്ധിച്ച് അവർക്ക് ഒരു അവ്യക്തതയുടെ പ്രശ്നവുമില്ല. അവരുടെ സീറ്റിന്റെ എണ്ണം ആയ സ്ഥിതിക്ക് അവർ നേരത്തെ തന്നെ അവരെ കണ്ടുവച്ചിട്ടുമുണ്ട്. എന്തായാലും മാധു, നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്. 8 പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ കൂടി സമവായതമായതിനു ശേഷം വേണം മറ്റുള്ളവരുടെ പേരുകളിലേക്ക് കൂടി ഉറപ്പിക്കാൻ. നാളെ ഉച്ചയോടുകൂടി ആ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.